29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനമായ ഇന്ന് 67 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉത്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റനിയൽ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ വിജയരാഘവൻ, ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ അഭിനയിച്ച കിഷ്കിന്ധാകാന്ഡത്തിന്റെ പ്രദർശനവും ഉണ്ടാകും. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് വരുന്നത് ഒരു ഫ്രെയിമിൽ, അല്ലേ? കുറേ നാളുകളായി കണ്ടിട്ട്. ഞാൻ ഗുഡ് മോർണിംഗ് കേരള അവതരിപ്പിക്കുമ്പോൾ പ്രേക്ഷകരും ചോദിക്കാറുണ്ടായിരുന്നു ഷീജ എവിടെ, ഷീജ എവിടെ. പക്ഷെ നമ്മൾ തമ്മിൽ ഒരുമിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് എത്തുന്നത്, അല്ലേ? എന്തായാലും നമുക്ക് നമുക്ക് IFFKയുടെ വിശേഷങ്ങളിലേക്കാണ് കിടക്കേണ്ടത്. അതിൽ എന്താണ് പ്രധാനമായിട്ടും ഇന്നത്തെ 67 ചിത്രങ്ങളാണ് രണ്ടാം ദിനമായി ഇന്ന് പ്രദർശിപ്പിക്കുന്നത്. വലിയ തിരക്ക് ഇന്നലെ തന്നെ ഉദ്ഘാടന വേദിയിൽ നമ്മൾ കണ്ടു. ഇന്ന് ആ ആവേശം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ഗുഡ് മോർണിംഗ് പ്രിയ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യം തന്നെ പ്രിയയ്ക്കൊപ്പം എത്തിയതിൻ്റെ ഒരു സന്തോഷം ഞാനും പങ്കുവയ്ക്കുന്നു. കാരണം കുറേ നാളുകളായി നമ്മൾ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വന്നിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വലിയ സന്തോഷം തന്നെയാണ് രാവിലെ ഉള്ളത്. ഏതായാലും നമ്മുടെ 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രൗഢഗംഭീരമായ തുടക്കം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മേളയ്ക്ക് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ സ്ക്രീനിങ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ മാത്രമായിരുന്നു സ്ക്രീനിങ്. അതിനുശേഷം വൈകിട്ട് ഉദ്ഘാടന ചടങ്ങ് നടന്നു. കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ച 11 ചിത്രങ്ങൾക്ക് തന്നെ വലിയ പ്രേക്ഷക പിന്തുണ, അതോടൊപ്പം തന്നെ വലിയ പ്രേക്ഷക അഭിപ്രായം ഒക്കെ നേടിയ ചിത്രങ്ങളായിരുന്നു. അതിനൊപ്പം തന്നെ വൈകുന്നേരത്തെ ഉദ്ഘാടന ചടങ്ങ്, പ്രൗഢഗംഭീരമായ ചടങ്ങ്, അതിൽ ഷബാന ആസ്മി അടക്കം ആദരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ ഉദ്ഘാടന ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിച്ചൊരു സാഹചര്യം ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ രണ്ടാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 67 ചിത്രങ്ങളാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അതിൽ പ്രിയ സൂചിപ്പിച്ച ചിത്രങ്ങളുടെ കാര്യം തന്നെ ആദ്യം തുടങ്ങാം. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എൻ മോഹനൻ സംവിധാനം ചെയ്ത രചന, അതോടൊപ്പം തന്നെ ഉത്പലേന്ദു ചക്രവർത്തിയുടെ സിനിമയായ ചോക്ക്, അതിനൊപ്പം സെന്റനിയൻ ട്രിബ്യൂട്ട് വിഭാഗമുണ്ട്, പ്രത്യേക വിഭാഗമാണ്. ഇതിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധനം എന്നിവ ഇന്ന് പ്രദർശനത്തിന് എത്തുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ മലയാളികൾ ഏറെ നെഞ്ചിലേറ്റിയ ചിത്രമാണ് കിഷ്കിന്ധാകാന്ഡം. ഇന്ന് അതിൻ്റെ ആദ്യ പ്രദർശനം നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രശംസ നേടിയ മറ്റൊരു ചിത്രമാണ് പെരുമാൾ മുരുകന്റെ ചെറുകഥയെ ആധാരമാക്കി വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത അങ്കമ്മാൾ. അതും ഇന്ന് ആദ്യ പ്രദർശനം മേളയിൽ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങളിലായി നിരവധി ചിത്രങ്ങൾ, ഈ 67 ചിത്രങ്ങളിൽ തന്നെ പല ചിത്രങ്ങളുടെയും ആദ്യ സ്ക്രീനിങ് കൂടി ആണ് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം മത്സര വിഭാഗ ചിത്രങ്ങളുടെ പ്രദർശനത്തിനും ഇന്ന് തുടക്കമാകുകയാണ്. 14 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തുന്നത്. ഓരോ സിനിമയും മികവുറ്റതാണ്, ഒന്നിനേക്കാൾ മികച്ചതാണ് അത് അടുത്തത് എന്നുള്ളത് തന്നെ ആ രീതിയിൽ തന്നെയാണ് എല്ലാ ചിത്രങ്ങളും മികവുറ്റ ചിത്രങ്ങൾ തന്നെയാണ് മത്സര വിഭാഗത്തിലും മത്സരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ചും മത്സര വിഭാഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആൻ ഓസിലേറ്റിങ്ങിൻ്റെ ഷാഡോ ആണ് ഒരു ചിത്രം ഇന്ന് ആദ്യ പ്രദർശനം നടത്തുന്നത്. അതിനൊപ്പം തന്നെ ബോഡിയുടെ പ്രദർശനമുണ്ട്. അപ്പുറം, ലിൻഡ, എൽബോ എന്നീ ചിത്രങ്ങളും ഈ പ്രദർശനത്തിന് ഇന്ന് എത്തുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇന്നിപ്പോൾ കാലാവസ്ഥ ചെറിയ തോതിലൊരു ബുദ്ധിമുട്ടൊക്കെ സൃഷ്ടിക്കാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ വരെയും ശക്തമായ മഴ തുടരുകയും ചെയ്തു. ഇപ്പോഴും പൂർണ്ണതോതിൽ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഒരു തരത്തിലും സിനിമ കാണാൻ എത്തുന്നവരെ ഇത് ബാധിക്കുകയില്ല. കൃത്യമായ രീതിയിൽ അവർക്ക് എല്ലാ തിയേറ്ററുകളിലും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. അവർ രാവിലെ മുതൽ തന്നെ, രാവിലെ 9 മണിക്ക് തന്നെ പ്രദർശനം ആരംഭിക്കുന്നതായിരിക്കും. ആ രീതിയിൽ വൈകുന്നേരം വരെയും എല്ലാ സ്ക്രീനുകളും നിറഞ്ഞ സദസ്സിൽ തന്നെ ആയിരിക്കും പ്രദർശനം നടത്തുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്രത്തോളം ഡെലിഗേറ്റുകളാണ് ഇവിടെ. കഴിഞ്ഞ ദിവസമാണ് മേള ആരംഭിച്ചതെങ്കിൽ പോലും അതിന് മുൻപ് തന്നെ ഇവിടെ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മേളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ സൗഹൃദങ്ങളുടെ ഒരു ഒത്തുചേരൽ കൂടിയാണ് IFFK എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുൻപ് തന്നെ ഈ ഉത്സവത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുത്ത് ആ രീതിയിലാണ് തലസ്ഥാനത്തേക്ക്
തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ മേള ആകുന്ന തരത്തിലുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണുള്ളത്. സിനിമകളും മികവുറ്റ സിനിമകൾ തന്നെയാണ് മേളയിലുള്ളത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രിയ. ശരി ഷീജ, എന്തായാലും IFFKയുടെ രണ്ടാം ദിനമായി ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. അത് എല്ലാ രീതിയിലും നിറഞ്ഞ സദസ്സിൽ തന്നെ ആയിരിക്കും പ്രദർശനം ഉണ്ടാവുക എന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു തിരക്ക് കൊണ്ടും മനസ്സിലാക്കാൻ കഴിയുന്നത്. പല വിഭാഗങ്ങളിലുള്ള ചിത്രങ്ങൾ ആ രീതിയിൽ തിരിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പല ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ വലിയ തിരക്കുകൾ നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡെലിഗേറ്റ്സിന് വരാനും അവർക്ക് എല്ലാ രീതിയിലും സ്വസ്ഥമായിട്ടിരുന്ന് സിനിമ കാണാനുമുള്ള സംവിധാനങ്ങളാണ് ഇത്തവണത്തെ IFFKയിലും ഒരുക്കിയിട്ടുള്ളത്. അത് തലസ്ഥാനത്ത് വലിയ ആഘോഷമാണ് എന്ന് തന്നെ പറയാം. നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ മുതൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സമഗ്രമായി നൽകിയത്.